എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ട്രക്കിങ്ങിൻ്റെ 8ാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഗോക്യോയിലാണ് നിൽക്കുന്നത്. അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഗോക്യോയിൽ ഒരു അക്ലമൈറ്റൈസേഷൻ ഡേ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഗോക്യോയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് തഗ്നക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സീ ലെവലിൽ നിന്നും 4800 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഗോക്യോ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ തഗ്നക് 4750, ഒരു 50 മീറ്റർ താഴെയാണ്. 3 മുതൽ 3.5 മണിക്കൂർ വരെ യാത്രയുണ്ട് തഗ്നക്കിലേക്ക്. ഇപ്പോൾ സമയം 7 മണിയായി. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത ട്രക്കിങ്ങിന് വേണ്ടി തയ്യാറാകുകയാണ്. ഗോക്യോ ലേക്സ് ആണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗോക്യോ ലേക്സ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മൗണ്ടൻസ്. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഗോക്യോ റീ എന്ന് പറയുന്ന, നമുക്കിങ്ങനെ ഗോക്യോ റീയിലേക്ക് കയറിപ്പോവാം. അതായത് ഒരു 5330 മീറ്റർ മുകളിലാണ് ഗോക്യോ റീ. ഞങ്ങൾ ഇന്നലെ കയറാൻ വേണ്ടി ഇരുന്നതായിരുന്നു, പക്ഷേ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഗോക്യോ റീ കയറാൻ പറ്റിയില്ല. അതിൽ വിഷമമൊന്നുമില്ല, കാരണം കാലാപത്രം, ചോലാപാസും, എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ 5000 മീറ്ററിന് മേലുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ പ്രധാനമായും ഈ ഒരു ഗോക്യോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ആൾക്കാർ ജീവിക്കുന്നത്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇതിലെ വഴി പോകുമ്പോൾ ഇവർ ഈ ഒരു ടീ ഹൗസിലോ ലോഡ്ജിലൊക്കെ താമസിച്ച് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച്, പ്രധാനമായും ഇവിടെ അക്ലമൈറ്റൈസേഷന് വേണ്ടി 1-2 ദിവസമൊക്കെ താമസിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത്. നല്ല മനോഹരമായൊരു വെതറാണ്, അടിപൊളി വെതറാണ്. കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ ഇവിടുത്തെ വെതർ കണ്ടതാണ്. ഇന്നലെ ഒരു മൂടിക്കെട്ടിയ, നമുക്ക് ഇവിടുത്തെ മൗണ്ടൻസിൻ്റെ ഒക്കെ മേളുഭാഗമോ അല്ലെങ്കിൽ മൗണ്ടൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഫുൾ ഫോഗി നിറഞ്ഞ് നിൽക്കുന്നൊരു വെതറായിരുന്നു. ഇന്നങ്ങനെയല്ല, അടിപൊളി വെതർ. എത്ര ഭംഗിയാണെന്നറിയോ ഗോക്യോ കാണാൻ. ഓക്കെ, ഇവിടെ കുറേ റിസോർട്ടുകളും കുറേ ചെറിയ ചെറിയ ടീ ഹൗസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നേരെ എൻ്റെ ടീ ഹൗസിലേക്ക് ചെല്ലുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് തഗ്നക്കിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇത് 8ാമത്തെ ദിവസമാണ് കേട്ടോ. 15 ദിവസത്തിൽ 8 ദിവസം നമ്മൾ ഏകദേശം 8 ദിവസമായി. അടിപൊളി. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഞാൻ വീണ്ടും പറയുകയാണ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് നിങ്ങൾ കയറുവാണെങ്കിൽ ഗോക്യോ വഴി പോകണം. ഗോക്യോയും ചോലാപാസും കാലാപത്രവും ഒക്കെ കൂടി വേണം നിങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറാൻ. ഓക്കെ, അപ്പോൾ ഞാനിനി ടീ ഹൗസിലേക്ക് ചെല്ലട്ടെ. ഇതാണ് ഞാൻ താമസിക്കുന്ന ഗോക്യോയിലെ എൻ്റെ ലോഡ്ജ്, അല്ലെങ്കിൽ ടീ ഹൗസുകൾ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. ഇത്രയധികം ഉയരത്തിൽ ഇത്തരത്തിലുള്ള ലോഡ്ജുകൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യുന്നവർക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ. അക്ലമൈറ്റൈസേഷന് വേണ്ടി കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞാൻ ഈ ലോഡ്ജിലാണ് താമസിച്ചത്. ഈ എന്താണ് അക്ലമൈറ്റൈസേഷൻ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലളിതമായിട്ട് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ, ഉയരങ്ങളിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അക്ലമൈറ്റൈസേഷൻ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ട്രക്കേഴ്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുവാനും ഇടപഴകുവാനും ഒക്കെ സാധിക്കും. ഇതൊക്കെ ഒരു വലിയ അനുഭവങ്ങളാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഹീറ്റിംഗ് ഫർണസുകൾ. ഇതിനുള്ളിൽ ഉണങ്ങിയ ചാണകമൊക്കെ ഇങ്ങനെ നിറച്ച് കത്തിച്ചാണ് ഈ ലോഡ്ജിനുള്ളിലെ ഹോള് ഇവരിങ്ങനെ ഹീറ്റാക്കി വെക്കുന്നത്. ഈ ലോഡ്ജിലെ ജനാലയിലൂടെ ഇങ്ങനെ നോക്കിയാൽ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഗോക്യോ. അടിപൊളി കാഴ്ചയല്ലേ, ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ് ഇതൊക്കെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ എത്തി. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിച്ച് നമുക്ക് തഗ്നക്കിലേക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങാം. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് തഗ്നക്കിലേക്ക് പോകാം. തഗ്നക് ഞങ്ങളങ്ങനെ തഗ്നക്കിലേക്ക് യാത്രയാവുകയാണ്. കണ്ടില്ലേ, ഫുൾ എല്ലാം ഓക്കെ ആയി. രാവിലെ ഒരു ഹൈഡ്രോലൈറ്റ് കുടിച്ചു. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുൾ എനർജിയാണ്.
ഇന്ന് ഫുൾ എനർജിയിൽ നമ്മൾ തക്കനക്കിലേക്ക് ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അങ്ങോട്ടേക്കുള്ള കാഴ്ചകളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ട, ഇതാണ് ഗോക്കിയോ എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥലം. കണ്ട, ഇതാണ്, ഇത്രയേ ഉള്ളൂ ഗോക്കിയോ. അപ്പോൾ ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഗോക്കിയോ ഒരിക്കൽ കൂടി അവസാനം ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് നേരെ തക്കനക്കിലേക്ക് യാത്ര തിരിക്കാം. ട്രക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിതിൻ്റെ ഒരു റൗണ്ട് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഒന്ന് എടുക്കാം. അടിപൊളിയാണ്. ഞങ്ങളുടെ ലക്കിന് ഇന്ന് അടിപൊളി വെതറാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ ഗോക്കിയോ. നമ്മൾ എന്തോരം കണ്ടാലും ഗോക്കിയോ എന്ന് പറയുന്ന ഈ സ്ഥലം നമുക്ക് മതി വരില്ല. അത്രയ്ക്ക് കിടിലൻ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിലെ ഏറ്റവും മനോഹരമായ ഒരു റൂട്ട് വഴിയാണ് നമ്മളിന്ന് ട്രക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം ഒരു 2.5 മുതൽ 3 മണിക്കൂറുകൾ കൊണ്ട് കവർ ചെയ്യണം. എൻഗോസ്പാം ഗ്ലേഷ്യർ കടന്നാണ് നമ്മൾ തഗ്നക്കിൽ എത്തിച്ചേരേണ്ടത്. ഇത് നേപ്പാളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലേഷ്യറാണ്. പോകുന്ന വഴികളിൽ നമുക്ക് മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന വലിയ കൊടുമുടികളും നീർച്ചാലുകളും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും അതിശൈത്യവും തണുത്ത കാറ്റുമെല്ലാം നമുക്ക് സഹിക്കണം. ഈ ഒരു ട്രക്കിംഗ് റൂട്ടിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളൊരു ലൊക്കേഷനിലെത്തി. പുള്ളി പറയുന്നത് ഞാനിതിൻ്റെ മേളുഭാഗം കാണിച്ചു കേട്ടോ. മുകളിൽ നിന്ന് ചിലപ്പോൾ കല്ലിങ്ങോട്ട് താഴ്ത്തി കടർന്ന് വീഴാനുള്ള ചാൻസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്ന വഴിയൊന്ന് കാണിച്ചു തരാം. ഭയങ്കര സ്റ്റീപ്പാണ്. ഇങ്ങനെ പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ വെച്ച് വേണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരാൻ. അതൊക്കെയാണ് ഈ ഗോക്കിയോയുടെ ഒരു ചലഞ്ചിങ്ങുമാണ്, പക്ഷേ ഭയങ്കര മനോഹരമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഞങ്ങൾ വന്ന വഴി കാണിച്ചു തരാം. കല്ലുകൾ ഇരിക്കണുണ്ടോ മേളിൽ? ഇനി നമ്മൾ മുറിച്ച് കടക്കുവാനായിട്ട് പോകുന്ന ഈ ഒരു വലിയ എൻഗോസ്പാം ഗ്ലേഷ്യറിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ടേക്ക് ട്രക്ക് ചെയ്യാം. ഏകദേശം ഒരു 32 കിലോമീറ്റർ നീളമുള്ള വലിയ ഒരു ഗ്ലേഷ്യറാണിത്. അതാണ് നമ്മളിനി മുറിച്ച് കടക്കുവാനായിട്ട് പോകുന്നത്. നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയതും ഈ ഒരു ഹിമാലയൻ റേഞ്ചിലെ ഏറ്റവും വലുതുമായ ഒരു ഗ്ലേഷ്യറാണിത്. നമ്മൾ ആദ്യം കണ്ട ഗോക്കിയോ ലേക്സിലേക്ക് വേണ്ട ജലമെല്ലാം ഒഴുകി എത്തുന്നത് ഈ ഒരു ഗ്ലേഷ്യറിൽ നിന്നുമാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആഘാതം ഈ ഒരു ഗ്ലേഷ്യറിനെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ പെട്ടെന്നുള്ള ലാൻഡ് സ്ലൈഡുകളും മഞ്ഞുവീഴ്ചയും എല്ലാം ഇതിലൂടെ ട്രക്ക് ചെയ്യുന്ന ട്രക്കേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ വേണം നമുക്കിതിലൂടെ ട്രക്ക് ചെയ്യുവാനായിട്ട്. നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് മുൻപോട്ടേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ തടാകങ്ങൾ നമുക്ക്
നമുക്ക് കാണാം. അതൊരു അത്ഭുതം തന്നെയാണ്. ഈ തടാകത്തിലെ ജലത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ മഞ്ഞ് പാളുകൾ പോലെ നമുക്ക് തോന്നും. ഇനിയും നമുക്ക് കുറേ അധികം മുൻപോട്ടേക്ക് ട്രക്ക് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പോയിൻ്റായ തഗ്നക്കിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ കുറച്ചുകൂടി മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇതിൻ്റെ പേരാണ് തഗ്നക്. ഈ ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലതേ. ചെറുതായിട്ടൊക്കെ ഫോഗ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അവിടുന്ന് വന്ന് നമ്മൾ ഇങ്ങനെ ഈ വഴി കൂടെ വന്ന് ഇതാണ് തഗ്നക്. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി ഈ ഒരു വില്ലേജിൻ്റെ ഒരു തുടക്കം ഇതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങ് ലാസ്റ്റുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. അവിടെ ഗോക്യോയിൽ നമ്മൾ 3800 മീറ്റർ ഹൈ ആണ് ഗോക്യോയിൽ. പക്ഷേ ഇവിടെ 3750 മീറ്ററാണ്. കുറച്ച് താഴെയാണ് ഈ ഒരു തഗ്നക് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഇവരുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ റെസ്റ്റ് എടുക്കുക, സുഖമായി കിടന്നുറങ്ങുക. നാളെ ഒരു ലോങ് ജേണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണ് നാളെ ഉള്ളത്. അപ്പോൾ ഡേ 8 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ട്രക്കിങ്ങിൻ്റെ 8ാമത്തെ ദിവസം സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇവരുടെ ഈ ഒരു തഗ്നക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവർ ഈ യാക്കുകളെയൊക്കെ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഈ യാക്കിനെയൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. നമുക്ക് ഇങ്ങനെ പോകാം. ഹലോ. ഇവിടെയൊക്കെ മൗണ്ടൻസ് ആണ്. നമ്മൾ താമസിക്കുന്ന അങ്ങ് ഏറ്റവും അവസാനത്തെ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് തഗ്നക്കിൽ. ഇതാണ് കേട്ടോ നമുക്ക് അവിടെ ഈ ടീ ഹൗസിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ചാണാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ടീ ഹൗസിൻ്റെ ഉള്ളിലെ വലിയ മറ്റേ മെറ്റൽ ബോക്സിനുള്ളിലിട്ട് കത്തിച്ച് അവിടെ മുഴുവൻ ചൂടാക്കണത്. ഇതാണ് തഗ്നക്. നമുക്ക് അടിപൊളി മൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ. എന്താ ഭംഗി. ഇവിടെ ഹോഴ്സ് ഹയറുണ്ട്. കുതിരേനെ നമുക്ക് വാടകയ്ക്ക് കിട്ടും കേട്ടോ അവിടെ. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി തന്നെ മേളിൽ നിന്ന് കണ്ടില്ലേ. ഇതാണ് ഈ സോളാർ കൊണ്ട് മറ്റേ വെള്ളം ചൂടാക്കണ ഒരു സെറ്റപ്പാണ് കേട്ടോ. അത് കണ്ടോ, കെറ്റിൻ്റെ അകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വയ്ക്കും. എന്നിട്ട് അത് സോളാർ പവറിൽ ചൂടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒച്ച കണ്ടോ, വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളക്കുന്നുണ്ട്. ഓക്കെ, ഒരു പുള്ളിക്കാരി അവിടെ അലക്കണുണ്ടല്ലേ. അങ്ങ് കാണുന്നതാണ്, അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത്. ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതൊക്കെ ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ എൻ്റെ 8 ദിവസത്തെ ട്രക്കിങ്ങിൽ ഞാൻ
ഏറ്റവും ആസ്വദിച്ച ഒരു ട്രക്കിംഗ് ഇന്നായിരുന്നു എന്ന് വേണം പറയുവാൻ. പ്രകൃതിയുടെ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനി ഞാൻ ഈ എത്തിച്ചേർന്ന ഈ ഒരു തഗ്നക്കിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 4750 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ആക്കുകളെയൊക്കെ വളർത്തിയും മറ്റ് കൃഷികളൊക്കെ ചെയ്തും ഇതിൽ കൂടി ട്രക്കിംഗ് ചെയ്യുന്ന ട്രക്കേഴ്സിൽ നിന്നൊക്കെ ലഭിക്കുന്ന പണം കൊണ്ടൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് പ്രെയർ ഫ്ലാഗുകളൊക്കെ കാണാം. അത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ 4 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന മലനിരകളും അതിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒക്കെ ശേഖരിച്ച് അവർ കുടിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വന്നു പോകുന്നൊരു ഹെലികോപ്റ്റർ ഞാൻ വളരെ അതിശയത്തോടെ കണ്ടു. നമുക്ക് പെട്ടെന്നൊരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. നാളെ മുതൽ ട്രക്കിങ്ങിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും ഹാർഡായിട്ടുള്ള ട്രക്കിങ്ങാണ് ഇനി നമുക്ക് മുൻപോട്ടേക്കുള്ളത്. നാളെയാണ് ഞാൻ ചോലാപാസ് എന്ന് പറയുന്ന ഏറ്റവും പ്രയാസമേറിയ ട്രക്കിങ് നടത്തുന്നത്. അതിരാവിലെ എഴുന്നേൽക്കണം. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.